കാണിക്കുന്നവരാണ്. മോഡറേറ്റ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം, എക്സ്ട്രീമുകളല്ല, അത് വേണ്ട, അത് അപകടമാണ്. തീവ്രമായ നിലപാടുകൾ. സ്വഹാബിമാരെ കുറിച്ച് നബി തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നത് ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാഅ അലന്നാസ്. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, അവരുടെ സമുദായത്തോട് അല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബിയെ അയച്ചിരുന്നില്ലേ, എൻ്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ അല്ലാഹു നിർണയിക്കുന്നത് ഹബീബായ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെയുമാണ്. ഖുർആൻ പറയുന്നു, നോക്കൂ, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ ഉദൂലാണ്, സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്. അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന് ജർഹ് തഅദീലിന്റെ ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ്. ശുഹദാഉ അലന്നാസ് ലിതകൂനു ശുഹദാഅ അലന്നാസ്. അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലയോ, അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലേ. അതുകൊണ്ട് ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ ഹദീസ് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു, അവരാരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന സനദ്, റിപ്പോർട്ടർമാർ, അവരെ പരിശോധിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അതിനാണ് ഇൽമുൽ ജർഹ് വ തഅദീൽ എന്ന് പറയാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ മഹാന്മാരായ ഇമാമിങ്ങളാണ്. ഹാഫിദ് ഇബ്നു ഹജർ, അഹ്മദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. വേറെയും ഇമാമിങ്ങൾ ഒരുപാട് അതിനുശേഷം കടന്നു വന്നു. അപ്പോൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ, ഇവരൊക്കെ സ്വഹാബിമാർ വരെ ഗവേഷണം നടത്തും. സ്വഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല. കാരണം ലിഅന്നല്ലാഹ അദലഹും, അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്, മുഴുവനും സത്യസന്ധരാണ്. അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അവരാണ് സ്വഹാബിമാർ. അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് അല്ലാഹു ചെയ്ത് എത്ര വലിയ സൗഭാഗ്യമാണ്. സ്വഹാബിയായ ആയിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആയിദ് ഇബ്നു ഉമർ എന്ന് പറയുന്നൊരു സ്വഹാബി, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഐബുനൈ, ഈ സ്വഹാബി ആയിദ് ഇബ്നു ഉമർ എന്നവരെ ഈ ഭരണാധികാരിയോട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറയുന്നു, ഐബുനയ്യ, പൊന്നുമോനെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന ശർറൽ റിആ അൽ ഹത്വമ, ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ അൽ ഹത്വമ, ജനങ്ങളെ അടിച്ചൊതുക്കുന്നവരാണ്. ഫഇയ്യാക അൻ തകൂന മിൻഹും ഉബൈദുല്ലാഹ്, നീ അത്തരം ഭരണാധികാരികളിൽ പെട്ടുപോകരുത്, ജനങ്ങളെ അടിച്ചമർത്തരുത്. ഇന്ന ശർറർ റിആഇ ഇലല്ലാഹ്, ഇന്ന ശർറർ റിആഇ അൽ ഹത്വമ. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അഹങ്കാരിയാണ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, ഇജ്ലിസ്, ആയിദേ അവിടെ ഇരിക്കൂ. ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ അനുയായികളായ സ്വഹാബിമാരിലെ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങൾ എന്ന് ആ സ്വഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോൾ
ആയിദ് ബിൻ ഉമർ എന്നവരെ പറഞ്ഞു. ഫഖാല സുഹാബി, അവരുടെ മറുപടി വന്നു, വഹൽ കാനത് ലഹും നുഖാല ഇന്നമാ കാനത്തിൻ നുഖാലതു ബഅദഹും വഫീ ഗൈരിഹിം. സുഹാബികളിൽ അങ്ങനെ പൊടിയാണ്, അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സുഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ? ആ ഒഴിവാക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സുഹാബികൾക്ക് ശേഷമല്ലേ വന്നത്, സുഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സുഹാബിമാരിൽ ആരെയും ചെറുതായി കാണരുത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും സുഹാബിയാണോ അവർക്കാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയാം. സുഹാബികൾക്ക് ശേഷം വരുന്നവരെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. സുഹാബിമാരെ അല്ലാഹു തർളീത്ത് ചൊല്ലി റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഇത് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹസനുൽ ബസ്രി തങ്ങൾ താബിഈയാണല്ലോ. മഹാനവറുകളോട് അവിടുത്തെ താബിഈങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുമായിരുന്നു ഹസനുൽ ബസ്രി തങ്ങളോട്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഹസനുൽ ബസ്രി തങ്ങൾ. അഖ്ബിർനാ അൻ സിഫത്തി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ സ്വഹാബിമാരെ കുറിച്ച് ഹസനുൽ ബസ്രി തങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അവർ ജനിച്ചത് ബസ്രയിലാണ്, ഇറാഖിലാണ്. പക്ഷെ വളർന്നതും പഠിച്ചതൊക്കെ മദീനത്താണ്. അഹ്ലു ബൈത്തിന്റെ കൂടെയാ. സൗജാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ഹസനുൽ ബസ്രി തങ്ങൾ ആധികാരികമായി സ്വഹാബികളെ കുറിച്ച് പറയാൻ അധികാരമുള്ള മഹാന് കൂടിയാണ്. അവർക്കതിന് പരിചയമുണ്ട്. സ്വഹാബിമാരുമായി ഇടപെട്ട് ജീവിച്ച മഹാനാണ്. ഫബക്കാ, സ്വഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ഹസനുൽ ബസ്രിയോട് ചോദിക്കുമ്പോൾ ഫബക്കാ, മഹാനവറുകൾ കരയാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് ഹസനുൽ ബസ്രി തങ്ങൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമായി വസ്സംതി വൽഹദി വസ്സുദ്ഖ്. സത്യസന്ധതയും സന്മാർഗവും മാന്യമായ സ്വഭാവവും നന്മയുടെ അടയാളങ്ങളും അള്ളാഹു കാണിച്ചു തന്നവരാണ് സ്വഹാബിമാർ. ഖുശൂനതു മലാബിസിഹിം ബിൽ ഇഖ്തിസാദ്, അവര് വളരെ പരുപരുത്ത വസ്ത്രം ധരിച്ചവരാണ്. ജീവിതത്തിൽ മിതത്വം പാലിച്ചവരാണ്. വമംശാഹും ബിത്തവാദു, വിനയത്തോടെ നടന്നവരാണവർ. വമൻതിഖുഹും ബിൽ അമൽ വമത്അമുഹും വമശ്റബുഹും ബിത്തീബി മിനർ റിസ്ഖ്, ഏറ്റവും നല്ല ഹലാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം കുടിക്കുകയും കഴിക്കുകയും ചെയ്തവർ. കർമ്മങ്ങളെ കൊണ്ട് സംസാരിച്ചവർ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം, അല്ലാഹുവിന് അങ്ങേയറ്റം വിധേയത്വം കാണിച്ചവർ. വസ്തിഖാദതിഹിം ലിൽ ഹഖ് ഫീമാ ഹബ്ബു വകരിഹു, അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിന് ജീവിച്ചവർ. ഇങ്ങനെയാണ് ഹസനുൽ ബസ്രി തങ്ങൾ സ്വഹാബിമാരെ കുറിച്ച് പറയുന്നത്. താബിഈങ്ങളിൽ കറാമത്ത് കാണിച്ച മഹാനായൊരു വലിയുണ്ട്. താബിഈൻ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ ആബിദും വലിയുമായ മഹാനുണ്ട്, അബു അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ, മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയണേ മുഅ്മിനെ. സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ ദീനാണ്, ദീനാണ് അവരെ സ്ഥാപിച്ചത്. വമൻ അഹബ്ബ ഉമർ ഫഖദ് ഔളഹ അസ്സബീൽ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടാൽ നേർമാർഗത്തിലാണ് അവർ നിലകൊള്ളുന്നത്. വമൻ അഹബ്ബ ഉസ്മാൻ ഇസ്തനാറ ബിനൂരില്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ അല്ലാഹുവിൻ്റെ പ്രകാശം കിട്ടിയവരാണ്. വമൻ അഹബ്ബ അലിയൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അലി റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ മുറിയാത്ത കയറ് എന്ന് റബ്ബ് തആല പറഞ്ഞ ദീനിനെയാണ് അവർ മുറുകെ പിടിച്ചത് എന്ന് പറഞ്ഞാൽ സ്വഹാബികളിൽ ആദ്യത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. ബിഇജ്മാഇൽ ഉമ്മ, അവിടെ വേറെ അഭിപ്രായങ്ങൾ പോലുമില്ല. രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, രണ്ടാമത്തെ മഹത്വമുള്ള മഹാൻ. മൂന്നാമത്തേത് ഉസ്മാൻ തങ്ങൾ, നാലാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും വറിദ്വാനുല്ലാഹി അൻഹും അജ്മഈൻ. ഈ ഒരു ലാഡർ, അങ്ങനെ ഒരു നിരയുണ്ട് സ്വഹാബത്തിന്.
അത് കഴിഞ്ഞാൽ അശ്റത്തുൽ മുബശ്ശരീങ്ങൾ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, അസ്വാജു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ ഖാലൽ ഹുസ്നാ ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. അയ്യൂബ് സഖ്തിയാനി എന്ന കറാമത്തുകൾ മക്കയിൽ വെച്ച് കാണിച്ചു കൊടുത്ത മഹാനാണത്. കറാമത്ത് കാണണോ എന്ന് ചോദിച്ചിട്ട് കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. അവരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ കറാമത്തുണ്ടോ? ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് ഹജ്ജിന് വന്നപ്പോഴേ ഈ പാറയിൽ നിന്ന്, മക്കയിലെ ഒരു പാറ കാണിച്ചിട്ട് ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ദാഹിച്ചു നിൽക്കുന്ന സമയമാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് തആല കൊടുക്കുന്നൊരു കറാമത്തുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. മുഅ്ജിസത്തൊക്കെ അവർക്കറിയാം. കൂടെ പോയ ചില ആളുകൾക്ക് കറാമത്തിന് സംശയം ഉണ്ടായിരുന്നു. മക്കയിലെ ആ വലിയൊരു പാറയിൽ ഇങ്ങനെ കൈവച്ച് പിടിച്ചിട്ട് കൈയെടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. മഹാൻ പറഞ്ഞു, കുടിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം എടുത്തു വെച്ചോളൂ. അവർ തോൽപാത്രങ്ങളിൽ വെള്ളമെടുത്തു, അവർ കുടിച്ചു. കുറേ ആൾ ഒതുവെടുത്തു. മതിയല്ലോ, അവിടെ തന്നെ വിരൽ വെച്ചു. ആ വെള്ളം നിലക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മരണശേഷമല്ലാതെ ഇത് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അങ്ങനത്തെ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മാലിക് എന്നവർ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന്. അതിനെ സംബന്ധിച്ച് ഇമാം മാലിക് എന്നവർ തന്നെ പറയുന്നുണ്ട്. മഹാൻ്റെ മുഅത്തയിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനവറുകൾ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്ന കരച്ചിൽ കണ്ടതിന് ശേഷമാണ് അവർ ഹജ്ജിന് വന്നപ്പോൾ, ഹജ്ജതൈൻ കുൻതു അർമുഖുഹു, 2 തവണ ഹജ്ജിന് വന്നപ്പോഴും ഇമാം മാലിക് എന്നവർക്കറിയാം, ഹദീസ് അറിയുന്ന ആളാണ് അയ്യൂബ് സഖ്തിയാനി. പക്ഷേ ഹദീസ് മഹാനിൽ നിന്ന് സ്വീകരിക്കണോ വേണ്ടയോ, അതിന് മഹാനായ മാലിക് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത നിബന്ധന, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഇതാ നോക്കിയത്, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഖൽബിൽ മഹബ്ബത്തുണ്ടെങ്കിൽ അത് വാക്കുകളിൽ വരണം, അത് പ്രവർത്തനങ്ങളിൽ കാണണം. فكلما ذكر رسول الله صلى الله عليه وسلم أجحش بالبكاء حتى أرحمه. മക്കയിൽ വെച്ച് മസ്ജിദ് നബവിയിൽ ഹലക്കകൾ ഉണ്ടാകും, ദർസിൻ്റെ ഹലക്കകൾ. ആ ഹലക്കകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പോയിരിക്കും. വലിയ മഹാനാണ്, വലിയ ആലിമാണ്. അതിനൊന്നും ഒരു അഹങ്കാരം അവർക്കില്ല. അവരെക്കാളും ഇൽമ് കുറഞ്ഞ ആളുകളായിരിക്കും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക, പക്ഷെ അവരുടെ പോയിരിക്കും. അത് നമ്മുടെ ഉസ്താദുമാരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ സദസ്സിൽ, വേദിയിൽ ഉസ്താദുമാരിക്കും. അറിവുള്ള ആളുകൾ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്നത് ആ മജ്ലിസിൻ്റെ പുണ്യം കിട്ടാനാ, അറിവ് പഠിക്കാനാവണമെന്നില്ല. കാരണം അവർക്കറിയുന്ന പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ആ ഒരു അനുഭവം നോക്കൂ. പുണ്യനബി തങ്ങളെക്കുറിച്ച് പറയപ്പെടുമ്പോൾ പൊട്ടി കരയും. ആ കരച്ചിൽ കണ്ടതിന് ശേഷമാണ് ഇമാം മാലിക് എന്നവർ അവരിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തിയത് എന്ന് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയുന്നുണ്ട്. അതാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. മഹാനവർ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാർ വമൻ ഖാലൽ ഹുസ്നാ ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ആരെങ്കിലും കണ്ടാൽ അവർ കപടവിശ്വാസിയല്ല എന്ന് ഉറപ്പിച്ചോളൂ. അവർക്ക് നിഫാഖ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയെ ചെറുതായി കാണുകയോ, ഏതെങ്കിലും ഒരു സ്വഹാബിയെ ഇകഴ്ത്തുകയോ, അവർക്ക് തെറ്റുപറ്റിയെന്നോ പറയുകയാണെങ്കിൽ ഗൗരവമാണ്, നിഫാഖ് കടന്നുകൂടുമെന്ന് അൽ ആലിമുർ റബ്ബാനി മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി